ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹായ്. അപ്പം ഞാനിന്ന് ചെയ്യാൻ പോകുന്നത് എൻ്റെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെ കുറിച്ചാണ്. ഞാൻ ഇതുവരെ 2 സ്ഥലത്താണ് പ്രാക്ടിക്കൽ ചെയ്തിട്ടുള്ളത് ഹൗസ് ബിൽഡിങ്ങിൽ. ഒന്ന് ക്രാങ്കൻ ഹൗസും, അതായത് ഹോസ്പിറ്റലും, ഒന്ന് കിൻഡർ ഗാർഡനും. ഈ 2 സ്ഥലത്താണ് ഞാൻ പ്രാക്ടിക്കലി ചെയ്തത്. ഇനിയാണ് എനിക്ക് ആൾട്ടൻഹൈമും ആംബുലാൻഡ് ഒക്കെ വരുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ കിൻഡർ ഗാർഡനിലെയും ക്രാങ്കൻ ഹൗസിലെയും ഈ 2 സ്ഥലത്തെ ഡിഫറൻസ് ആണ് പറയാൻ പോകുന്നത്. ഞാൻ 2 സ്ഥലത്ത് ചെയ്ത ജോലികളെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. എന്തൊക്കെ ജോലികളാണ് ചെയ്തത്, ഏതാണ് നല്ലതെന്നൊക്കെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. നമ്മൾ എന്തിനാണ് കിൻഡർ ഗാർഡനിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് പിള്ളേരുമായിട്ട് ഒരു എക്സ്പീരിയൻസ് വേണം. അപ്പം അതിനു വേണ്ടിയാണ് കിൻഡർ ഗാർഡനിൽ പോകുന്നത്. അത് പീഡിയാട്രി ആയിട്ട് വരും. അപ്പം ഒന്നെങ്കിൽ കിൻഡർ ഗാർഡൻ, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും അങ്ങനത്തെ എന്തെങ്കിലും സ്ഥലങ്ങളില്ലേ, ഈ പിള്ളേരെ ഈ ഡോക്ടർമാർ നമ്മുടെ ചെറിയ ക്ലിനിക്ക് പോലത്തെ ഈ പിള്ളേരെ കൊണ്ടുവരുന്ന ക്ലിനിക്ക്, അല്ലെങ്കിൽ ഗൈനക്കോളജി, ഇവിടെയൊക്കെയാണ് നമ്മൾ പീഡിയാട്രിക്ക് വേണ്ടി പോകുന്നത്. അപ്പം ക്രാങ്കൻ ഹൗസിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ക്രാങ്കൻ ഹൗസ് 2 ഷിഫ്റ്റ് ഉണ്ട്, ഫ്രൂഡിയൻസ്റ്റും സ്പേറ്റും, അതായത് രാവിലെ ഉച്ച കഴിഞ്ഞിട്ടും. രാവിലെ ഞാൻ ചെയ്യുന്ന ജോലികൾ എന്താണെന്നൊക്കെ ചോദിച്ചാൽ, രാവിലെ ചെല്ലുക, നമ്മൾ എല്ലാം മെസൻ ചെയ്യണം. അതായത് ബ്ലഡ് പ്രഷർ, ഷുഗർ, ഇതൊക്കെ നമ്മൾ ഓരോ പേഷ്യൻസിൻ്റെ ചെക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ ഹെൽപ്പ് വേണ്ട പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യുക. ഇപ്പം എല്ലാവർക്കും തന്നെ ചെയ്യണമെന്നില്ല. അപ്പം ചിലർക്കൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നെ ഹെൽപ്പ് വേണ്ടവരോട് ചോദിക്കുക, നിങ്ങളിന്ന് കുളിക്കുന്നുണ്ടോ, ഉണ്ടെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണം, എൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്ന് ചോദിക്കുക. അത് പിന്നെ അതിനുശേഷം നമ്മൾ ഫുഡ് വരും. അപ്പോൾ ഫുഡ് നമ്മൾ അവർക്ക് കൊടുക്കുക. ഓരോ പേഷ്യൻസിൻ്റെ റൂമിൽ കൊണ്ടുപോയി അവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുക. അതിന് നമ്മൾ ജസ്റ്റ് പ്ലേറ്റ് എടുത്ത് വെക്കുക, അവർ കഴിച്ചോളും. പിന്നെ അത്ര ഇങ്ങനെ കൈയൊക്കെ ഒടിഞ്ഞ് അങ്ങനെയൊക്കെയുള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഫുഡൊന്ന് കൊടുക്കുക, അത്രേ ഉള്ളൂ. പിന്നെ അതിന് ശേഷം നമുക്ക് വരുന്ന പണിയെന്ന് പറഞ്ഞാൽ, ഒരു 11:30-12 ആകുമ്പം അടുത്തത് നമ്മൾ മെസൻ ചെയ്യുക. ബ്ലഡ് ഷുഗർ, മറ്റേ ഷുഗർ, പ്രഷർ, അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും ഒന്നും കൂടെ മെസൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് വരും. ഈ സെയിം തന്നെ അതും നമ്മൾ ഫെർട്ടൈലും ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. അതൊക്കെയാണ് നമ്മുടെ ക്രാങ്കൻ ഹൗസ്. പിന്നെ ഉച്ച കഴിഞ്ഞാണെങ്കിൽ അങ്ങ് വലിയ പണിയൊന്നുമില്ല. ഉച്ചയ്ക്ക് ഇപ്പം സ്പേറ്റുകാർ വരുമ്പോൾ അവരൊന്നും കൂടി ഇതൊക്കെ മെസൻ ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈവനിങ് ആകുമ്പോൾ ഒന്നും കൂടെ ഷുഗർ മെസൻ ചെയ്യും. അതിന് ശേഷം പിന്നെ നമ്മൾ ഫുള്ള് ഈവനിങ് ഫുഡ് കൊടുക്കും. ഈവനിങ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ ഉടനെ അവർ കിടന്നോളും. പിന്നെ എന്തെങ്കിലും നൈറ്റ് ഡ്രസ്സ് ഇടാൻ ഹെൽപ്പ് ചെയ്യാം. ഇപ്പം ഹെൽപ്പ് വേണ്ടവരെ മാത്രം നമുക്കവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതാണ് ക്രാങ്കൻ ഹൗസിൽ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലികൾ. അപ്പോൾ ഞാൻ ഫസ്റ്റ് നിന്നത് പറഞ്ഞാൽ ന്യൂറോളജിയിലായിരുന്നു. അങ്ങനത്തെ പേഷ്യൻസൊക്കെ ആയിരുന്നു അവിടെ. പിന്നെ ഞാൻ രണ്ടാമത് പോയ സ്റ്റേഷനിലുള്ളത് പറഞ്ഞാൽ ഇതായിരുന്നു, യൂറോളജി ആയിരുന്നു. അതായത് യൂറിനുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ക്യാൻസറും അങ്ങനത്തെ ഒരു വാർഡിലായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അവർക്ക് ഫുള്ള് നമ്മൾ എല്ലാ ദിവസവും അവരുടെ ഇത് മാറ്റിക്കൊണ്ടേ ഇരിക്കണം. അതായത് കത്തീറ്റർ ചേഞ്ച് ചെയ്യണം. പിന്നെ ഇത് നമ്മൾ യൂറിനൊക്കെ മാറ്റി കൊടുക്കണം. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ യൂറോളജിയിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ജോലി. ന്യൂറോളജി ഈ 2 സ്ട്രക്ചറുകളായിരുന്നു എൻ്റെ കഴിഞ്ഞത്. ഇനി അതിന് ശേഷമാണ് ഞാൻ പീഡിയാട്രിയുടെ എക്സ്പീരിയൻസിന് വേണ്ടി കിൻഡർ ഗാർഡനിലേക്ക് പോകുന്നത്. അപ്പം കിൻഡർ ഗാർഡൻ എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിലെ ഡേ കെയർ ഒന്നും ചെയ്യാനില്ല. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ആ പിള്ളേരെ നോക്കുക. അതായത് നമ്മൾ ഇപ്പം പിള്ളേരുടെ പാമ്പേഴ്സൊക്കെ മാറ്റുന്നത് നമ്മളല്ല, അവിടുത്തെ ഫാക്രാഫ്റ്റാണ്. അതായത് ആ ഒരു പിള്ളേരുടെ കോഴ്സ് പഠിച്ച് ഇരിക്കുന്നവരുണ്ട്, അവരാണത് ചെയ്യുന്നത്. നമ്മൾ അവിടുത്തെ ഒന്നും ചെയ്യേണ്ട, ടോയ്ലറ്റിൽ കൊണ്ടുവന്ന പണിയൊന്നും നമ്മൾ ചെയ്യേണ്ട, അതൊക്കെ അവരാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ രാവിലെ ചെല്ലും, പിള്ളേരുമായിട്ടിരിക്കും, പടം വരയ്ക്കും, കളിക്കും, പിന്നെ പുറത്തിരുത്തും പിള്ളേരെ. എന്നിട്ട് പിള്ളേർ അതിലേക്കൂടെ ഓടിക്കളിക്കും. നമ്മൾ ആ പിള്ളേരെ നോക്കും, ആരെങ്കിലുമായിട്ട് വഴക്കുണ്ടാക്കുന്നുണ്ടോ, പിള്ളേർ കളിക്കുന്നുണ്ടോ, അതൊക്കെ നമ്മൾ നോക്കിയിരിക്കും. അതായിരുന്നു കിൻഡർ ഗാർഡനിലെ എക്സ്പീരിയൻസ്. ഒന്നും ചെയ്യണ്ട. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് അവിടെ നിന്ന് കിട്ടും. അങ്ങനെ പിന്നെ എപ്പോഴും പിള്ളേരുമായിട്ട് കളിയും പിന്നെ പിള്ളേരുമായിട്ട് നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത്, അതൊക്കെയാണ് അവർ പ്രത്യേകം നോക്കുന്നത്.
അങ്ങനെ ഇതൊക്കെയായിരുന്നു എൻ്റെ കിൻഡർ ഗാർഡനിലെ എക്സ്പീരിയൻസ്. കിൻഡർ ഗാർഡനിൽ നമുക്ക് ഏകദേശം ഒരു 3 ആഴ്ചയൊക്കെയാണ് നമുക്ക് പീഡിയാട്രിക് പോസ്റ്റൊക്കെ തരിക. അങ്ങനെ കിൻഡർ ഗാർഡനും ക്രാങ്കൻ ഹൗസും ഇത് രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ക്രാങ്കൻ ഹൗസിൽ നമ്മൾ വലിയ ആൾക്കാരെയാണ് നോക്കുന്നത്, അപ്പം അവർക്ക് അവരുടേതായ രീതികളൊക്കെ ഉണ്ട്. പിന്നെ പിള്ളേരെന്ന് പറയുമ്പം കിൻഡർ ഗാർഡനിൽ നമുക്കൊന്നുമില്ല ചെയ്യാൻ, ജസ്റ്റ് പിള്ളേരുടെ കൂടെ ഓടിക്കളിക്കുക, പിന്നെ അവർക്ക് കഥയൊക്കെ പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് കിൻഡർ ഗാർഡനിൽ. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇനിയാണ് എനിക്ക് ആംബുലൻറ്റ് ഫ്ലീക്കും ആൾട്ടൻഹൈം ഒക്കെ വരുന്നത്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഇനി ഞാൻ പോകെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഈ 2 സ്ഥലത്തെ ഡ്യൂട്ടീസ് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഇതൊക്കെയാണ് എക്സ്പീരിയൻസ്. അപ്പം ഹൗസ് ബിൽഡിങ്ങിന് കയറിയ ഇതൊക്കെയാണ് കിൻഡർ ഗാർഡൻ, ക്രാങ്കൻ ഹൗസ്, പിന്നെ ആൾട്ടൻഹൈം, ആംബുലൻറ്റ് ഫ്ലീക്ക്, പിന്നെ 3rd ഇയർ ആകുമ്പോൾ സൈക്കാട്രി ഒക്കെ വരും. അപ്പം ഇത്രയും സ്ഥലത്താണ് നമ്മൾ 3 വർഷം കൊണ്ട് വർക്ക് ചെയ്യേണ്ടത്. അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.